പക്ഷേ സംസ്ഥാന ഗവൺമെൻറ് ചെയ്യേണ്ടുന്ന കടമകൾ ചെയ്യാതെയാണ് ആരോഗ്യമന്ത്രി കേന്ദ്രത്തിൽ പോയി വലിയ കാര്യങ്ങൾ സാധിച്ചതായിട്ട് പറഞ്ഞു കേട്ടത്. ഇനിയുള്ള ചർച്ചയിലും ആവശ്യങ്ങൾ കൃത്യമായി ഉന്നയിക്കുമെന്ന് തന്നെയാണ് ആശാവർക്കർമാർ വ്യക്തമായി തന്നെ പറയുന്നത്. തീർച്ചയായിട്ടും മന്ത്രി ഇന്നലെ പറഞ്ഞത് ഉടനടി ചർച്ചയ്ക്ക് വിളിക്കുമെന്നാണ്. പക്ഷേ അത് കഴിഞ്ഞ പോലത്തെ ആകരുത്. ഈ സംസ്ഥാനം നിർവഹിക്കേണ്ട ഈ ഓണറേറിയത്തെക്കുറിച്ച് യാതൊന്നും മന്ത്രി വീണ ജോർജ് മിണ്ടിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. നമസ്കാരം. ഇന്നലെ നമ്മുടെ സംസ്ഥാന ആരോഗ്യമന്ത്രി കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി ചർച്ച നടത്തിയിരുന്നു. അതായത് ആശാവർക്കർമാരുടെ വിഷയം ഉന്നയിച്ചു എന്നാണ് പറയുന്നത്. എന്തായാലും ഈ ഒരു ആശാവർക്കർമാരുടെ വിഷയം കേന്ദ്രമന്ത്രിയുമായി ഉന്നയിച്ചതിൽ പ്രധാനമായും പറഞ്ഞിരിക്കുന്നത് ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. എന്നാൽ ഇവിടെ ഈ ആശാവർക്കർമാരുടെ ഓണറേറിയമായി ബന്ധപ്പെട്ട് അത് വർദ്ധിപ്പിക്കുന്നത് സംസ്ഥാനത്തിൻ്റെ പരിധിയിലാണ് വരുന്നത്. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് മിനി ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നു. ഇന്നലെ ആരോഗ്യമന്ത്രി കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി ചർച്ച നടത്തി. എന്നാൽ ഈ സംസ്ഥാനത്തിൻ്റെ കടമകളെക്കുറിച്ച് തന്നെ യാതൊന്നും തന്നെ പ്രതിപാദിച്ചിട്ടില്ല. അതായത് ഓണറേറിയം വർദ്ധിപ്പിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഓൾറെഡി നമ്മുടെ കേന്ദ്രമന്ത്രി പരാമർശം നടത്തിയതൊക്കെയാണ്. അതെ, തീർച്ചയായിട്ടും ആരോഗ്യമന്ത്രിയുടെ കേന്ദ്ര സന്ദർശനത്തെ ഞങ്ങൾ നോക്കിക്കണ്ടത് കേന്ദ്രത്തിൽ നിന്നും വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞ് എന്തെങ്കിലും വേതനം വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിച്ചത്. അതിനെ സംബന്ധിച്ചൊരു വ്യക്തത ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിച്ചത്. എത്ര വർദ്ധിപ്പിക്കുമെന്നോ എപ്പോൾ വർദ്ധിപ്പിക്കുമെന്നോ. പക്ഷേ അതൊന്നും തന്നെ ഇന്നലെ അങ്ങനെ എന്തെങ്കിലും സംസാരിച്ചതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതൊന്നും കാണിക്കുന്നത് പ്രത്യേകിച്ചൊന്നും നടന്നിട്ടില്ല. പക്ഷേ സംസ്ഥാന ഗവൺമെൻറ് ചെയ്യേണ്ടുന്ന കടമകൾ ചെയ്യാതെയാണ് ആരോഗ്യമന്ത്രി കേന്ദ്രത്തിൽ പോയി വലിയ കാര്യങ്ങൾ സാധിച്ചതായിട്ട് പറഞ്ഞു കേട്ടത്. അത് തീർത്തും ശരിയല്ല. സംസ്ഥാനത്തിൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കണം, ഓണറേറിയം വർദ്ധിപ്പിക്കണം. ഈ ഒരു ചർച്ചയ്ക്ക് ഉള്ള സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും മന്ത്രി ഇന്നലെ പറഞ്ഞത് ഉടനടി ചർച്ചയ്ക്ക് വിളിക്കുമെന്നാണ്. പക്ഷേ അത് കഴിഞ്ഞ പോലത്തെ ആകരുത്. അതാണ് ഞങ്ങൾക്ക് അഭിപ്രായപ്പെടാനുള്ളത്. കഴിഞ്ഞ 2 തവണയും വിളിച്ച് അത് നിങ്ങൾക്കൊന്നും തരാനില്ല, പിരിഞ്ഞു പോകണമെന്നാണ് പറഞ്ഞത്. അങ്ങനെ പറയാനായിട്ട് വിളിക്കേണ്ട കാര്യമില്ല. കൃത്യമായി ആലോചിച്ച് ഒരു സൊല്യൂഷനുമായിട്ട് മുന്നോട്ട് വരുന്നത് ചർച്ച നടത്തണം എന്നുള്ളതാണ്. ഓക്കെ. എന്തായാലും ഈ സംസ്ഥാനത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ് ഈ ഓണറേറിയം ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ. അതിനെക്കുറിച്ച് യാതൊന്നും തന്നെ ഈ കഴിഞ്ഞ ദിവസം മന്ത്രി വീണ ജോർജ് ഡൽഹിയിലുള്ളപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും അത്ഭുതകരമായ ഒരു കാര്യമെന്ന് പറയുന്നത്. എന്തായാലും ഈ വരും ദിവസങ്ങളിൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ആരോഗ്യമന്ത്രി ചർച്ചയ്ക്ക് വിളിക്കുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ആശാവർക്കർമാരും പങ്കുവയ്ക്കുന്നത്. ഇക്കഴിഞ്ഞ ദിവസം ഇവിടെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകരെല്ലാവരും തന്നെ ഇവിടെ മൊട്ടയടിച്ചുകൊണ്ട് പ്രതിഷേധം ഇവർക്ക് അനുഭാവപൂർണ്ണം ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. എന്തായാലും ആശാവർക്കർമാരുടെ ആവശ്യങ്ങൾ ഉടനെ ചർച്ച നടത്തുമെന്ന മന്ത്രിയുടെ നിലപാട് സ്വാഗതം ചെയ്യുന്നുവെന്ന് ഈ കേരള ആശാ ഹെൽത്ത് വർക്ക് സംസ്ഥാന അസോസിയേഷൻ നേതാക്കൾ എന്തായാലും പ്രതികരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നടക്കുന്ന ആശാസമരം സംസ്ഥാനത്തെ മുഴുവൻ ആശാവർക്കർമാരുടെയും അടിയന്തര ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. എല്ലാ സംഘടനകളെയും ചർച്ചയ്ക്ക് വിളിക്കുന്നതിൽ തെറ്റില്ല. ആശാവർക്കർമാരുടെയും ഓണറേറിയം വർധന ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ കൃത്യമായി സർക്കാരിന് എഴുതി സമർപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഇനിയുള്ള ചർച്ചയിലും ആവശ്യങ്ങൾ കൃത്യമായി ഉന്നയിക്കുമെന്ന് തന്നെയാണ് ആശാവർക്കർമാർ വ്യക്തമായി തന്നെ പറയുന്നത്. സംസ്ഥാന ആരോഗ്യമന്ത്രി മുൻപ് വിളിച്ചു ചേർത്ത 2 ചർച്ചകളിൽ നിന്നും വ്യത്യസ്തമായി ആശാവർക്കർമാരുടെ അടിയന്തര ആവശ്യകതകളായ ഓണറേറിയം വർധന, വിരമിക്കൽ ആനുകൂല്യം എന്നിവ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അനുകൂല നിലപാട് ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷ പങ്കുവയ്ക്കുകയാണ് എന്തായാലും ആശാവർക്കർമാർ. ഇക്കഴിഞ്ഞ ദിവസം സംസ്ഥാനം നിർവഹിക്കേണ്ട കാര്യങ്ങളൊന്നും തന്നെ നിർവഹിക്കാതെയാണ് കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി ഇത്തരത്തിൽ ചർച്ച നടത്തിയിരിക്കുന്നത്. കേന്ദ്ര ആരോഗ്യമന്ത്രി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപും ഈ ഒരു ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് പരാമർശം നടത്തിയിരുന്നു. ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കും, അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കും, അതിനുള്ള നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞതാണ്. എന്നിട്ട് പോലും ഈ സംസ്ഥാനം നിർവഹിക്കേണ്ട ഈ ഓണറേറിയത്തെക്കുറിച്ച് യാതൊന്നും മന്ത്രി വീണ ജോർജ് മിണ്ടിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.